അങ്ങനെ ഇന്നും കാലത്തെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹാർബറിലോട്ട് പോന്നു. വളത്തിൻ്റെ സൈഡിൽ വന്നപ്പോൾ ഇന്നലത്തേലും വളരെ കുറവാണിന്ന്. അങ്ങനെ ഞാൻ ചുറ്റും നടക്കുന്ന സമയത്താണ് പൊത്തൽ എൻ്റെ കണ്ണിൽ പറഞ്ഞ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൊത്തൽ? ഇതാണ് ഐറ്റം. തവളയുടെ കൂട്ടിരിക്കും. പിന്നെ നോക്കിയപ്പോൾ ഒരു വലിയ തിരണ്ടി. വാവ്! ബോട്ടൊക്കെ പഴയതിലും ഭയങ്കര കുറവാണ്. പിന്നെ തളയൻ ഇറക്കണ കണ്ട് ഞാൻ കണ്ട. അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇന്നാണ് തളയൻ കാണുന്നത്. പിന്നെ കണ്ട സാധനമാണ് ഇത് തിരിയാന്ന് പറയും. കഴിഞ്ഞ വള്ളപ്പണിക്ക് ഒരു വരവ് വന്നു മോനെ. ആലോചിച്ചിട്ട് മനുഷ്യന് പേടിയായിട്ട് പാടില്ല. പിന്നെ ABK ഇവർ പച്ച കയറ്റണ സീനാണ് എല്ലാവരും കണ്ട. ഇതാണ് ABK കമ്പനി, അവരുടെ പണിക്കാരും. ABK പച്ച വിടാനുള്ള തിരക്കിലാണ്. പിന്നെ ഇത് ബാബു ചേട്ടൻ. ABK ബാബുവിനെ അറിയാത്ത ആരും മുനമ്പത്തുണ്ടാവില്ല. ABKയിലെ മീനൊക്കെ ഇത്രയും സ്പീഡിൽ പോണതിൻ്റെ ഏറ്റവും മെയിൻ കാരണം പുള്ളിയുടെ സൗണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ തൊഴിലാളിയിൽ അജിച്ചേട്ടൻ ചായക്കണമെന്ന് നോക്കി നിന്ന്. അത് കഴിഞ്ഞ് നൈസായിട്ട് പൂരത്തിലോട്ട് പച്ച കയറ്റാൻ വേണ്ടി ഞാൻ പോയി. ഇത് കണ്ട, പൂരത്തിൽ കുട്ടപ്പൻ പറന്ന് ഐസ് അടിക്കണാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പവറേഷ് ബോയ്. പിന്നെ ഞാൻ പടിഞ്ഞാററ്റത്ത് ലൂണക്കാരുടെ അങ്ങോട്ട് പോയി. വലിയ വലിയ കേരകൾ, അതേപോലെ തെരണ്ടി, ഓലക്കൊടി, അങ്ങനെ ഇഷ്ടം പോലെ മീനുകളാണ് ഞാൻ ഇവിടെ കണ്ടത്. ഇത് കണ്ട, ബോട്ടിൻ്റെ സ്റ്റോറിൽ നിന്ന് വലിയ കേരനെ ഇറക്കി പൊക്കിക്കൊണ്ടുവന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ചുറ്റിപ്പറ്റിക്കാണ്ട് ഞാൻ കിഴക്കോട്ട് വിട്ട്. കുട്ടൻ ചേട്ടനും തക്കളിയണ്ണനും പതിവ് പോലെ തന്നെ ചെമ്മീൻ മറിച്ചുകൊണ്ടിരിക്കണം. 2-3 ദിവസം കൂടി യേശൂട്ടൻ പണിക്ക് വന്നിട്ട് യേശൂട്ടൻ അവിടെ തമാശയൊക്കെ പറഞ്ഞ് നടക്കണമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങാട്ടും ഇങ്ങാട്ടും നടക്കായിരുന്നു. കാരണം നമുക്ക് കാര്യമായിട്ട് പണിയില്ലല്ലോ. അപ്പോഴാണ് വലിയ കാട്ടൊരു വിളമീൻ ഞാൻ കാണണം. ഇതൊന്ന് നോക്കി എൻ്റെ സൈസ്. ഞാൻ ആ മീനിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ നേരെ ഫ്രണ്ടിൽ ഹനുമാൻ കഴിഞ്ഞിട്ട് നിൽക്കണം. അതൊന്ന് നോക്കിയേ. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയണ. ഇഷാൻ കിഷനും ഡീക്കോക്കും ഹനുമാൻ കഴിഞ്ഞും കഴിഞ്ഞിട്ട് പിന്നുള്ള സാധനം എന്തേ ഇവിടെ മുനമ്പം ഹാർബറിൽ ഐസ് ഓടിക്കാൻ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കട്ടിങ് കയറ്റാൻ പോയി. എല്ലാ പ്രാവശ്യത്തെയും പോലെ തീർത്തൊരുന്നില്ല. ഇപ്രാവശ്യം നമുക്ക് ആദ്യം കിട്ടിയ സുദാസിൻ്റെ കട്ടിങ്ങാണ്. ആദ്യം ഞങ്ങൾ നേരെ പോയി വണ്ടി തള്ളലായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ഡ്യൂട്ടി. നേരെ വണ്ടിയും തള്ളിക്കൊണ്ട് മീൻ അവിടെ എത്തിച്ച്. അശ്വിനും അമ്പാടിക്കണ്ണനുമാണ് വണ്ടിയിൽ മീൻ പൊക്കി വെച്ചിട്ടുണ്ട് തന്നിരുന്നത്. ഞാനും അജിലും വണ്ടി തള്ളി വെച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിൻഡോമി അവിടെ പാമ്പായിട്ട് മൽപ്പിടുത്തം നടത്തിയാണ്. അവൻ പാമ്പിട്ട് കൊടുക്കും, ജനപ്പാപ്പനത് തള്ളി വണ്ടിനങ്ങാട്ട് എത്തിക്കും. ഇതായിരുന്നു സംഭവം. പിന്നെ ഞങ്ങൾ വണ്ടി കയറ്റാൻ തുടങ്ങി. ആദ്യം മീനിയില്ലാഞ്ഞിട്ട് അടിയിന്ന് പൊക്കിയാണ് അടിച്ചോണ്ടിരുന്നിരുന്നത്. എൻ്റെ അമ്മേ, കുണ്ടിലും പോയി ഒളിച്ചോട്ടാ. അങ്ങനെ മീൻ താഴേന്ന് അടിച്ചടിച്ച് ഞങ്ങൾ ഒരു പരി പോയി. പിന്നെ അതിനുശേഷം 2ാമത്തെ വണ്ടി പിടിച്ച്. അതിൽ ഉണ്ണിച്ചേട്ടനും അമ്മലുമായിരുന്നു കയറി അടിച്ചത്. അങ്ങനെ 3ാമത്തെ വണ്ടിയും ഇന്നത്തെ പരിപാടികൾ കംപ്ലീറ്റ് ചെയ്തിരുന്ന്. എന്നാൽ ഞാൻ പോണ്. ബൈ.